ഹായ് ആർമീസ്, ആർ യു ഷുവർ സീസൺ 1-ന്റെ 7th എപ്പിസോഡാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കുക്കിയും ജിമിനും ഓരോന്നൊക്കെ സംസാരിച്ച് കാറിൽ പോണതാണ് കാണിക്കുന്നത്. പോണത് കൺവീനിയൻസ് സ്റ്റോറിലോട്ടാണ്. അവിടുന്ന് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങി നേരെ റൂമിലോട്ട് പോയി. കഴിഞ്ഞ എപ്പിസോഡിൽ കുക്കി മുടി വളർന്നു വെട്ടണം എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് ആദ്യം തന്നെ മുടി വെട്ടാനാണ് പോയത്. എന്നിട്ട് ഒറ്റയ്ക്ക് ബാത്റൂമിൽ പോയിട്ട് മുടിയൊക്കെ വെട്ടുന്നുണ്ട്. വാവ്, ലൈറ്റ് കത്തുന്ന ക്ലോസറ്റ്. അത് പോട്ടെ. എന്നിട്ട് കൂക്കി ഒറ്റയ്ക്ക് മുടി വെട്ടി. ഹൈവാ, നല്ല രസമുണ്ട്. ഇതിനേക്കാളും നല്ല ജിമിൻഷിനെ കൊണ്ട് വെട്ടിക്കുന്നതായിരുന്നു. ജിമിൻഷി ഈ കോലം കണ്ടിട്ട് പറയുന്നുണ്ട്, ഇയാളെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. അതെ, പണ്ട് ട്രെയിനി സമയത്ത് കൂക്കി ഇങ്ങനെയായിരുന്നു. ഇപ്പോഴാണ് കൂക്കി ശരിക്കും പൂക്കിയായത്. എന്നിട്ട് അവര് കൺവീനിയൻസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയ കാർഡ്സ് ഒക്കെ വെച്ചിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ജയിക്കുന്നവർക്ക് ഈ ഒരു സാധനത്തിന്റെ ഒരു ബൈറ്റ് എടുക്കാം. ആ ഒരു ഗെയിമിൽ ജയിച്ചത് ജിമിൻഷിയാണ്. കൂക്കിക്ക് ഒരു ബൈറ്റ് പോലും കിട്ടില്ല. അല്ല, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ ഗെയിമൊക്കെ കളിച്ചു കഴിഞ്ഞ് അവർ നേരെ പോയത് ജാക്കൂസിയിലോട്ടാണ്. ഇവിടെയാണ് മെയിൻ. ഹെഡ്സെറ്റ് വെച്ച് മാത്രം കാണാൻ പറ്റുന്ന ഒരു സീൻ. അല്ലെങ്കിൽ പോരാളി മട്ടല് വെട്ടിയടിക്കും. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ആദ്യം പോയി ചുടുവെള്ളത്തിലിരിക്കുക, പിന്നെ പോയി തണുത്ത വെള്ളത്തിലിരിക്കുക. ഈ ചില ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ ആദ്യം പുഴുങ്ങിയിട്ടെടുത്ത് തണുത്ത വെള്ളത്തിലോടൂലേ, അതേപോലെ. അങ്ങനെ ആ കുളിസീനൊക്കെ കഴിഞ്ഞ് ഒരു മസിൽ ഷോ. ജിംനാസ്റ്റിക് ഭഗവാനെ, എന്നെ കാത്തുകൊള്ളണമേ, എനിക്ക് നല്ല മസിലുകൾ നൽകി സഹായിക്കുമാറാകണം. അത് കഴിഞ്ഞ് നേരെ ഡിന്നർ കഴിക്കാൻ പോയി. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് നേരെ റൂമിൽ പോയി വീണ്ടും കാർഡ്സ് കളിക്കുന്നുണ്ട്. തോൽക്കുന്ന ആള് പുഷപ്പ് അടിക്കണം. ആദ്യം തന്നെ ജിമിൻ തോറ്റു. നല്ല ഐശ്വര്യം. ജിമിൻ വീണ്ടും തോറ്റു. പിന്നെയും ജിമിൻ തോറ്റു. പിന്നെയും തോറ്റു. തോറ്റാ മാത്രം പോരല്ലോ, പുഷപ്പ് അടിക്കണ്ടേ. അങ്ങനെ ജിമ്മിൻ പുഷപ്പ് അടിച്ചോണ്ടേയിരുന്നു. പിന്നെ പുഷപ്പ് മാറ്റി സ്കോട്ടാക്കി. പിന്നെ കൂക്കി തോൽക്കാൻ തുടങ്ങി. പിന്നെ രണ്ടുപേരും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി. പിന്നെ പല്ലൊക്കെ തേച്ച് ഉറങ്ങാൻ പോയി. പിറ്റേന്ന് രാവിലെ നേരം വെളുത്തപ്പോ ജിമ്മിൻ ആദ്യം എണീറ്റ് വന്നു. കൂക്കിയുണ്ട് സോഫയെ കിടക്കുന്നു. അവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് ഇവിടെ വന്ന് കിടന്നതാണെന്നൊക്കെ കൂക്കി പറയുന്നുണ്ട്. പിന്നെ കൂക്കി എണീറ്റ് കുറേ നേരം ഇങ്ങനെ കിളി പോയ പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് എണീറ്റ് കിച്ചണിൽ പോയിട്ട് ഒരു ബ്രെഡൊക്കെ എടുത്തോണ്ട് കഴിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രണ്ടും കൂടെ എങ്ങോട്ടോ പോവാൻ റെഡിയാവുന്നതാണ്. രണ്ടാളും കൂടെ മുഖത്ത് എന്തെല്ലോ വാരി തേക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഫൈറ്റ് നടക്കുന്നുണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് അവര് പോവാൻ നിൽക്കുകയാണ്. പോണത് എങ്ങോട്ടാന്ന് വെച്ചാൽ സ്കേറ്റിങ്ങിനാണ് പോണത്. രണ്ടുപേരും കൂടെ കാറിലൊക്കെ കയറി. കൂക്കിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. വെയിൽ മുഖത്തേക്ക് അടിച്ചിട്ട് വെയിലിനെ കുറെ കുറ്റം പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. കൂക്കി പിന്നെ പോയി കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി. എന്നിട്ട് രണ്ടുപേരും കൂടെ കഴിക്കുന്നുണ്ട്. അവരങ്ങനെ അവിടെ എത്തി. നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ. ഈ സാധനത്തിൽ ഇങ്ങനെ പോയിട്ടാണ് സ്കേറ്റിംഗ് ചെയ്യുന്ന സ്ഥലത്തെത്തുന്നത്. രണ്ടുപേരും സ്കേറ്റിംഗ് ബോർഡൊക്കെ സെറ്റാക്കി സ്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അറിയാലോ, കൂക്കി പ്രോ ആയിരിക്കും. ജിമിൻഷിയാണ് വലിയ കോമഡി. ഫുള്ള് വീഴ്ചയായിരുന്നു. അങ്ങനെ വീണ് ഒരു വിധം മര്യാദയ്ക്ക് സ്കേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ കാണിക്കുന്നത് ഫുള്ള് സ്കേറ്റിംഗ് ആണ്. കൂക്കി ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ജിമിനാണെങ്കിൽ വീണ് ഒരു വഴിയായി. എന്നാലും പോട്ടെ, ജിമിനും അത്യാവശ്യം സ്കേറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി ഫുള്ള് സ്കേറ്റിംഗ് ആണ് കാണിക്കുന്നത്. ഈ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. സീസൺ 1 ഇനി ഒരു എപ്പിസോഡും കൂടെ ബാക്കിയുള്ളൂ. അപ്പം അടുത്ത എപ്പിസോഡിൽ കാണാം.